ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യഹൂദ മതത്തിലെ പ്രധാന ആചാര്യനും ആചാര്യന്മാരും ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ പിന്നിലെ കരുനീക്കങ്ങൾ നടത്തിയ സംഘടിത ശക്തികളായിരുന്നു. അവർക്ക് സംഭവിച്ച വീഴ്ചകളും പരാജയങ്ങളും ആഴത്തിൽ വിലയിരുത്തുന്നതും മുൻകരുതലുകൾ സ്വീകരിക്കുന്നതുമൊക്കെ നിരപരാധികളുടെ രക്തത്തിൽ പങ്കാളികളാകാതിരിക്കാൻ ഇടയന്മാർക്കും സാധാരണ വിശ്വാസികൾക്കുമൊക്കെ സഹായകമാകും. ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് നേതൃത്വം കൊടുത്ത പൗരോഹിത്യ സ്ഥാനികൾക്കുമേൽ ഡിവൈൻ കോടതി നിരത്തുന്ന ചാർജുകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. ഈ മനുഷ്യനിൽ യാതൊരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്ന പീലാത്തോസിന്റെ വാക്കുകളെ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ഇടം വലമറിയാത്ത ജനങ്ങളെക്കൊണ്ട് ഏറ്റുപറയിപ്പിച്ച് അട്ടിമറിയിലൂടെ കാര്യം നടത്തിയ ആത്മീയ നേതൃത്വത്തിന്റെ അപരാധങ്ങൾ ഒട്ടും നിസ്സാരമായിരിക്കില്ല. അന്നും ഇന്നും ഈ ദുരന്തങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ കഷ്ടാനുഭവത്തിന്റെ വേദഭാഗങ്ങൾ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ അന്നത്തെ ആത്മീയ നേതൃത്വത്തിന്റെ 4 അപരാധങ്ങൾ വളരെ വ്യക്തമാണ്. റിലീജിയസ് ഹിപ്പോക്രസിയാണ് ഒന്നാമത്തേത്. വിശുദ്ധിയുടെയും ഭക്തിയുടെയും മേലാടകൾ ചുറ്റിയ ആത്മീയ നേതൃത്വത്തിന്റെ പൈശാചിക മുഖമാണ് അന്ന് വെളിപ്പെട്ടത്. പൗരോഹിത്യ സ്ഥാനികളുടെയും പള്ളിപ്രമാണികളുടെയും ഉള്ളം ഉള്ളതുപോലെ വായിച്ചറിഞ്ഞ കർത്താവ് വളരെ മുമ്പേ തന്നെ പറഞ്ഞു. മത്തായി 23 അധ്യായം, കപട നാട്യക്കാരായ നിയമജ്ഞരെ പരീശരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യരാണ്. അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു. അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. തിരുവചന സത്യങ്ങളെ അന്നും ഇന്നും ദുർവ്യാഖ്യാനം ചെയ്യുന്നതും വളച്ചൊടിക്കുന്നതും സാധാരണക്കാരല്ല, ആത്മീയ നേതൃത്വമാണ്. ഹിപ്പോക്രസി ഇൻ ലീഡർഷിപ്പ് ഡിസ്റ്റോർട്സ് ഗാഡ്സ് ട്രൂത്ത് എന്ന ഒരു ഭക്തന്റെ സ്റ്റേറ്റ്മെന്റ് ആർക്കും നിഷേധിക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. രണ്ടാമത്, ദൈവ ശുശ്രൂഷയ്ക്ക് അഭിഷേകം ചെയ്യപ്പെട്ടവരുടെ നാവിൽ ദുരാരോപണങ്ങളും പ്രവൃത്തികളിൽ ഉപായവും കൗശലങ്ങളും അന്ന് ഉണ്ടായത് വളരെ നിർഭാഗ്യകരമാണ്. മർക്കോസ് 14 അധ്യായം, പുരോഹിത പ്രമുഖന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ വധിക്കുന്നതിന് അവനെതിരെ സാക്ഷ്യം അന്വേഷിച്ചു. പക്ഷേ അവർ കണ്ടെത്തിയില്ല. പലരും അവനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെങ്കിലും അവ തമ്മിൽ പൊരുത്തപ്പെട്ടില്ല. ചിലർ എഴുന്നേറ്റ് അവനെതിരെ ഇപ്രകാരം കള്ളസാക്ഷ്യം പറഞ്ഞു: കൈകൊണ്ട് പണിത ഈ ദേവാലയം ഞാൻ നശിപ്പിക്കുകയും കൈകൊണ്ട് പണിയാത്ത മറ്റൊന്ന് 3 ദിവസം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്യും എന്ന് ഇവൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്.
എന്നാൽ ഇക്കാര്യത്തിലും അവരുടെ സാക്ഷ്യങ്ങൾ പൊരുത്തപ്പെട്ടില്ല. വഴിപാട് കാശുകൊണ്ട് കള്ളസാക്ഷികളെ വാടകയ്ക്കെടുത്തതും ഒറ്റുകൂലി നൽകിയതുമൊക്കെ ദൈവമേൽപ്പിച്ച കാര്യവിചാരകത്വത്തിലെ വലിയ വീഴ്ചയും പൗരോഹിത്യത്തോടുള്ള ജനങ്ങളുടെ വിശുദ്ധ സങ്കല്പങ്ങളെ കളങ്കപ്പെടുത്തിയതും ആയിരുന്നു. നിഷ്കളങ്ക വിശ്വാസികൾ കണ്ണുനീരോടെ ദൈവസമക്ഷം സമർപ്പിക്കുന്ന വഴിപാട് ആത്മീയ ആർഭാടങ്ങൾക്കും പ്രതികാര പ്രവർത്തനങ്ങൾക്കും ദുർവ്യയം ചെയ്യുന്നതിൻ്റെ കണക്ക് ദൈവത്തിൻ്റെ പക്കലുണ്ട്. അന്നത്തെ മഹാപുരോഹിതനും പങ്കുപറ്റിയ പുരോഹിതരും മറ്റ് ബെനഫിഷ്യറീസും അവരുടെ തലമുറകളും ദൈവമുമ്പാകെ അതിനൊക്കെ കണക്ക് പറയേണ്ടി വരും. യെരുശലേം ദേവാലയത്തെ എൻ്റെ ആലയം എന്നാണ് കർത്താവ് വിളിച്ചത്. എല്ലാ ദേവാലയങ്ങളും കർത്താവിൻ്റെ അധികാരത്തിലും ഉടമസ്ഥതയിലുമുള്ളതാണ്. അവിടുത്തെ ക്രയവിക്രയങ്ങൾ സുതാര്യതയും സത്യസന്ധതയും നിറഞ്ഞതായിരിക്കണമെന്ന് നീതിയുള്ള ന്യായാധിപനായ ദൈവത്തിന് വളരെ നിർബന്ധമുണ്ട്. അതാണ് അവർ അന്ന് തെറ്റിച്ചത്. ക്രിസ്തു തങ്ങളുടെ അധികാരത്തിനും ജനങ്ങൾക്ക് തങ്ങളോടുള്ള ആരാധനാ മനോഭാവങ്ങൾക്കും ഭീഷണിയാകുമെന്ന് ആത്മീയ നേതൃത്വം ഭയപ്പെട്ടു. അതവരുടെ മനസ്സിൽ പ്രതികാര അഗ്നിയായി കത്തിപ്പടർന്നു. ഇതാണ് അവരുടെ മൂന്നാമത്തെ അപരാധം. യോഹന്നാൻ 11-ാം അധ്യായം. അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും പരീശരും ആലോചനാ സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു. അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും. ആരും സ്വന്തം ശ്രേഷ്ഠത കൊണ്ടും കഴിവുകൊണ്ടും അധികാരത്തിലെത്തുന്നില്ല. ദൈവം ഔദാര്യമായി നൽകിയ അധികാരസ്ഥാനത്തിരിക്കുന്നവർ നേരായി പ്രവർത്തിക്കുമെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ കാവലും അനുഗ്രഹവുമൊക്കെ അവരോടൊപ്പം എന്നും ഉണ്ടാകും. അധികാരത്തോടുള്ള ആസക്തി വർദ്ധിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. മത്സര മനോഭാവവും സംശയവും ശത്രുതയുമൊക്കെ പലരെ വഴിതെറ്റിക്കുന്നതും അപ്പോഴാണ്. ഉദാഹരണമൊന്ന്, ശൗൽ രാജാവ്. സ്വന്തം അധികാരസ്ഥാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ സെക്കുലർ പവേഴ്സുമായി കോംപ്രമൈസ് ചെയ്തതാണ് അന്നത്തെ ആത്മീയ നേതൃത്വത്തിൻ്റെ നാലാമത്തെ അപരാധം. രാജാക്കന്മാരുടെ രാജാവിനെയും അധികാരികളുടെ അധികാരികളെയും ആരാധിക്കുന്നവരും തിരുവെഴുത്തുകളിലൂടെ മഹത്വത്തിൻ്റെ രാജാവിനെ തിരിച്ചറിഞ്ഞവരും അത് ജനങ്ങളെ പഠിപ്പിച്ചവരുമായ മഹാപുരോഹിതനും പിന്നണികളും പീലാത്തോസിന്റെ കോടതിയിൽ വെച്ച് അന്ന് എന്താണ് പറഞ്ഞത്? യോഹന്നാൻ 19-ാം അധ്യായം. ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പീലാത്തോസ് പറഞ്ഞു. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, കൊണ്ടുപോകൂ, അവനെ കൊണ്ടുപോയി ക്രൂശിൽ തറയ്ക്കൂ. പീലാത്തോസ് അവരോട് ചോദിച്ചു, നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? പുരോഹിത പ്രമുഖന്മാർ പറഞ്ഞു, കൈസറല്ലാതെ
ഞങ്ങൾക്ക് വേറെ രാജാവില്ല. We have no king but Caesar. ദൈവശക്തിയിൽ ആശ്രയിക്കുന്നതിന് പകരം ലോകശക്തികളെയും രഥങ്ങളെയും കുതിരകളെയും ആശ്രയിച്ചപ്പോൾ അവരിലും അവർ പ്രതിദാനം ചെയ്യുന്ന ആത്മീയ സമൂഹത്തിലും ധാർമ്മിക അധപ്പതനം സംഭവിച്ചു. ഞാൻ ഉൾപ്പെടുന്ന പൗരോഹിത്യ സമൂഹം യഹൂദ പൗരോഹിത്യ സ്ഥാനികളുടെയും പള്ളിപ്രമാണികളുടെയും ധാർമ്മിക വീഴ്ചയിൽ നിന്നും പഠിക്കേണ്ടതും തിരിച്ചറിയേണ്ടതും തിരുത്തേണ്ടതുമായ മിനിമം 5 കാര്യങ്ങളുണ്ട്. 1. അഭിഷിക്തർ സമഗ്രതയും മൂല്യപ്രതിബദ്ധതയും ഉള്ളവരായിരിക്കണം. മീഖ പ്രവചനം 6-ാം അധ്യായം. മനുഷ്യ, നല്ലത് എന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതരായി നടക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? യഹൂദ പൗരോഹിത്യ സ്ഥാനികളിൽ കർത്താവ് ഡയഗ്നോസ് ചെയ്ത കപടഭക്തി, വഞ്ചന, അസത്യം തുടങ്ങിയ ആത്മീയ ഗുരുതര രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ടോ എന്ന് ഇടയ സമൂഹം അനുദിനം ആത്മാപരിശോധന നടത്തേണ്ടതുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായം. സ്വാതന്ത്ര്യം തിന്മയുടെ ആവരണമാക്കരുത്, മറിച്ച് ദൈവത്തിന്റെ ദാസരെ പോലെ ജീവിക്കുവിൻ എന്ന പത്രോസ് അപ്പോസ്തലന്റെ മുന്നറിയിപ്പ് എന്നും എപ്പോഴും ഇടയന്റെ ഹൃദയത്തിൽ മുഴങ്ങണം. 2. പോപ്പുലാരിറ്റിക്കു വേണ്ടി മൂല്യബോധമില്ലാത്ത ചാബല്യ പ്രകടനങ്ങൾ ഇടയൻ നടത്തരുത്. സത്യത്തിന്റെ വക്താക്കളും സത്യത്തിന്റെ പക്ഷത്ത് അടിയുറച്ചു നിൽക്കേണ്ടവരുമാണ് ദൈവത്തിന്റെ ഇടയന്മാർ. ഈ ഉറച്ചുനിൽപ്പാണ് രക്തസാക്ഷിത്വത്തിലേക്ക് ആദ്യകാല സമർപ്പിതരെ നയിച്ചത്. യോഹന്നാൻ 8-ാം അധ്യായം 32-ാം വാക്യം. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. 3. ശ്രദ്ധിക്കേണ്ട കാര്യം അധികാരത്തിന്റെ അഹങ്കാര പ്രമത്തതയിൽ നിന്നും ആസക്തികളിൽ നിന്നും വിമുക്തരായിരിക്കുവാൻ ഇടയ സമൂഹം ശ്രദ്ധിക്കണം. 1 പത്രോസ് 5-ാം അധ്യായം. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അജഗണത്തെ പരിപാലിക്കുവിൻ. അത് നിർബന്ധം മൂലമായിരിക്കരുത്, ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. ലാഭേച്ഛയോടെ ആയിരിക്കരുത്, തീഷ്ണതയോടെ ആയിരിക്കണം. അജഗണത്തിന്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്, സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം. ഇടയന്മാരുടെ ഇടയൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിന്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. ലീഡർഷിപ്പ് ഈസ് എ സർവീസ്, നോട്ട് ഡൊമിനൻസ്. 4. മനുഷ്യരെയല്ല ദൈവത്തെയാണ് ഇടയ സമൂഹം ഭയപ്പെടേണ്ടത്. സദൃശവാക്യം 29-ാം അധ്യായം 25-ാം വാക്യം. മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. ജനപ്രിയ നേതാവാകാനും ജനങ്ങളുടെ റേറ്റിംഗിനും വേണ്ടിയല്ല, ദൈവഹിതത്തിലും ദൈവീക പ്രമാണങ്ങളിലും നീതി നടത്തുവാനുള്ള നിയോഗത്തിൽ
ഇടയനെന്നും ഉറച്ചു നിൽക്കണം. 5. പ്രതിസന്ധികളിലും പ്രതികൂലതകളിലും പ്രലോഭനങ്ങളിലും സധൈര്യമുറച്ചു നിൽക്കുവാനുള്ള നിയോഗമാണ് ഇടയനെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 5-ാം അധ്യായം. ഈ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ കർശനമായി കൽപ്പിച്ചിരുന്നല്ലോ. എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ജെറുസലേം നിറച്ചിരിക്കുന്നു. ഈ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ ആരോപിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നു. പത്രോസും അപ്പോസ്തലന്മാരും മറുപടിയായി പറഞ്ഞു, മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരും വിശ്വാസികൾക്ക് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുന്നവരുമായ ആത്മീയ നേതൃത്വത്തിന്റെ പ്രൈം പ്രയോറിറ്റി ദൈവ ഇഷ്ടം നടപ്പാക്കുവാൻ ആയിരിക്കണം. ദൈവ ഇഷ്ടം ഭൂമിയിൽ നടപ്പാക്കുന്നതിന് പ്രധാന തടസ്സക്കാർ ആരാണെന്ന് ഓരോരുത്തരും സ്വയം ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. 1 തീമോത്തിയോസ് 3-ാം അധ്യായം. ഒരുവൻ അധ്യക്ഷസ്ഥാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല വേലയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അധ്യക്ഷൻ ആരോപണങ്ങൾക്കതീതനും ഏക ഭാര്യയുടെ ഭർത്താവും ആത്മസംയമനവും വിവേകവും അച്ചടക്കവുമുള്ളവനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും ആയിരിക്കരുത്. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെയാണ് പരിപാലിക്കുക? നിഗളിച്ചിട്ട് പിശാചിനു വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും ആയിരിക്കരുത്. നിന്നയിലും പിശാചിന്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം. കർത്താവിന്റെ കഷ്ടാനുഭവത്തിന്റെ പാവന സ്മരണയിലൂടെ ചുവടുവെക്കുന്ന ഈ നാളുകളിൽ ആഴങ്ങൾ തേടുന്ന ദൈവമുമ്പാകെ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് അപേക്ഷിക്കുകയാണ്. 139-ാം സങ്കീർത്തനം. ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ നടക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ദൈവമേ, അവിടുത്തെ പ്രതീക്ഷയ്ക്കൊത്തു വളരുവാൻ കഴിയാത്ത എന്നിലെ പാപ പ്രതിസന്ധികളെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു, അനുതപിക്കുന്നു. തിരുവചനത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാനും നീതിയിലും സത്യത്തിലും ഉറച്ചു നിൽക്കുവാനുമുള്ള കൃപയും ശക്തിയും തന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ദിവ്യ സ്നേഹപ്രകാശം പരത്തുന്ന ശോഭയുള്ള വിളക്കായി നാഥ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.